നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 ദിവസം മുമ്പ് കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണി പള്ളിക്ക് സമീപമുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. തിരുമുടിക്കുന്ന് സ്വദേശി 34-കാരനായ ആന്റോ, ഭാര്യ 29-കാരിയ ജിസു എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെയും ദേഹത്ത് വിഷം കുത്തിവെച്ച നിലയിലായിരുന്നു. ആന്റോയാണ് ആദ്യം വിഷം കുത്തിവെച്ചത്. ഗുരുതരാവസ്ഥയിൽ ആന്റോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വിവരമറിഞ്ഞ നാട്ടിൽ നിന്ന് ബന്ധുക്കളും എത്തി. ആന്റോ രാത്രി മരിച്ചതോടെ വലിയ നടുക്കത്തിലായിരുന്നു ജിസു. നാഗപട്ടണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിസരത്ത് നിന്ന് ജിസുവിനെ കാണാതായതോടെ പോലീസും ബന്ധുക്കളും ആശുപത്രി പരിസരത്ത് തിരച്ചിൽ നടത്തി. പിന്നീട് താമസിക്കുന്ന ലോഡ്ജിലെത്തിയപ്പോൾ മുറി അകത്തു നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പോലീസ് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ വിഷം കുത്തിവെച്ച അബോധാവസ്ഥയിലായിരുന്നു ജിസു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇക്കഴിഞ്ഞ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ഇവരെ തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്ന് കാണാതായത്. വേളാങ്കണ്ണിയിൽ എത്തിയ ശേഷം ആന്റോ അവിടെ ജോലിയിൽ പ്രവേശിച്ചതായ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ദമ്പതികൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായാണ് വിവരം. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിലായിരുന്നു ഇവരുടെ താമസം. വീട് വിറ്റ് തന്റെ കടങ്ങൾ വീട്ടണമെന്ന് ചൊവ്വാഴ്ച സഹോദരിക്കായി ആന്റോ അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കുറച്ചു മാസങ്ങളായി ആന്റോയും ജിസുവും അടുത്തുള്ള വീട്ടുകാരുമായി അധികം സംസാരിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ജാതിക്ക കച്ചവടക്കാരനായിരുന്നു ആന്റോ. നിരവധി ഫിനാൻസ് കമ്പനികളിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തിരുന്നു. ലോൺ എടുത്ത ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു. അടവ് മുടങ്ങിയതോടെ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദവും ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായി എന്നാണ് സൂചന. 3 വർഷമായി ഇവർ മുടപ്പുഴയിൽ താമസിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും ഇവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അതിലുള്ള നിരാശയും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് കാരണമെന്നാണ് അടുത്ത ബന്ധുക്കൾ നൽകുന്ന വിവരം. കൊരട്ടി പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇരുവരും മരിച്ചതായുള്ള വിവരം ലഭിക്കുന്നത്. രണ്ടുപേരുടെയും മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം ഇന്ന് തിരുമുടിക്കുന്ന് ചെറുപുഷ്പം ദേവാലയത്തിൽ നടക്കും. അതിനിടെ വാടക വീട്ടിൽ അമ്മായിയമ്മയും മരുമകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോവളം വണ്ടിത്തടം മൃഗാശുപത്രിക്ക് സമീപം വടക്കേവിള വർണ്ണം റോട്ടിൽ 76-കാരിയായ ശ്യാമള, 50-കാരനായ സാബുലാൽ എന്നിവരാണ് മരിച്ചത്. രാവിലെ 7:30-യോടെ ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. 1 മാസം മുമ്പ് ഭാര്യ മരിച്ചതിനെ തുടർന്ന് സാബുലാൽ മനോവിഷമത്തിലായിരുന്നു. അർബുദ ബാധിതയായി 1 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമായിരുന്നു ഇവരുടെ മരണം. അമ്മായിയമ്മയെ സാബുലാൽ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ശ്യാമളയെ കൊലപ്പെടുത്തി സാബുലാൽ ജീവൻ ഒടുക്കിയതാണെന്നാണ് പോലീസ് പറയുന്നത്. അമ്മയും കൊണ്ടുപോകുന്നു എന്നെഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു സാബുലാലിന്റെ മൃതദേഹം. ശ്യാമള നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.